ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവധിയാണ്. അപ്പോൾ സാധാരണ അവധി ദിവസങ്ങളിലൊന്നും ഞാൻ സ്പോയിൽ ചെയ്ത് കളയാറില്ല. എല്ലാ ദിവസവും തന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തു. കാരണം ഇപ്പോൾ ശ്രദ്ധിച്ച് കാണും, എൻ്റെ ഫേസിൽ ഇത് കണ്ടോ, ഫേസിലല്ല മുടി ഒരുപാട് ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുണ്ടി കയറി വരുന്നു. എൻ്റെ കേരളി ഹെയർ ആണ്. അപ്പോൾ ഒരു 2018 തൊട്ട് ഞാൻ മുടി സ്മൂത്തൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ മുടി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമ്മൾ റൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ജനുവരിയിൽ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് സമയവും കിട്ടിയില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻ മാറുകയും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ തിരക്കിലായിപ്പോയതുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു സമയവും സാഹചര്യവും ഒന്നും കിട്ടിയില്ല. പിന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ അവധി കിട്ടി, പിന്നെ പൈസയൊക്കെ അറേഞ്ചായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ മെയിൻ അജണ്ട എൻ്റെ മുടി സ്മൂത്തൻ ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ സ്മൂത്തനിങ് ആയിരിക്കത്തില്ല ഇത്തവണ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഹെയർ ഫോളും ചെറിയ രീതിയിൽ ഡാൻഡ്രഫും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സലൂണിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചേച്ചി എന്താണോ പറയുന്നത്, അതായത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് ഹെയർ സ്മിത്ത് എന്നൊരു സലോണാണ് പാലായിൽ. അവിടെ മിന്ന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരാറ്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ച ശേഷം എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യാൻ. ഇതെൻ്റെ നാടാണ് ആണ്ടൂര്. ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ഥിരമായി നടന്നു പോയിക്കൊണ്ടിരുന്ന വഴി. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും രാവിലെ പഞ്ച് ചെയ്യാനുള്ള വെപ്രാളത്തിലും ഓട്ടത്തിലും വൈകുന്നേരം 6:30 ഓഫീസിൽ നിന്നുള്ള തിരിച്ചുവരവ് സന്ധ്യ കൂട്ടിയായതിനാലും ഞാൻ ഈ നാട് കാണാറില്ല. ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല. ഒരു സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും ആർമാദിച്ച് നടന്ന വഴികളാണിതൊക്കെയും. അങ്ങനെ ഞാൻ പാലായിലെ സലോണിലെത്തി. ഹെയർ സ്മിത്ത്. ഇവിടെയാണ് ഞാൻ ത്രെഡ് ചെയ്യാൻ, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. മുൻപ് പലയിടങ്ങളിലും പല ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ചെയ്ത് പരാജയപ്പെട്ട ആളാണ് ഞാൻ. എല്ലാവർക്കും എല്ലാം ഒരുപോലെ ശരിയാവില്ലല്ലോ. തൊടുപുഴയിലൊക്കെ വളരെയധികം പോപ്പുലറായിട്ടുള്ള ബ്യൂട്ടി സലോൺസിൽ പോയി പരാജയപ്പെട്ട ആളാണ് ഞാൻ. പിന്നീടാണ് ഞാൻ പാലായിൽ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടി സലൂൺ ഉണ്ട് എന്നറിഞ്ഞ് പരീക്ഷിക്കാൻ പോയത്. പക്ഷേ എൻ്റെ ആദ്യത്തെ പരീക്ഷണം തന്നെ വിജയമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ തന്നെ എടുത്തു. നമ്മൾ ചെല്ലുമ്പം തന്നെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് നമ്മളോട് സജഷൻ ചോദിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഹെയർ പരിശോധിച്ച്, മിന്ന ചേച്ചി നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്, ഹെയറിന് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം അവിടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അഥവാ നമ്മുടെ തലമുടിയിൽ വർക്ക് ചെയ്ത് തരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ അവിടെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടായാൽ മാത്രം അവരോട് പറയുക, അവരത് നിർത്തും. പതിവ് തെറ്റിച്ച് ഇത്തവണ ഞാൻ സ്മൂത്തനിങ് അല്ല ചെയ്തത്, നാനോപ്ലാസ്റ്റിയാണ്. സ്മൂത്തനിങ് സ്ഥിരമായിട്ട് ചെയ്ത് ഹെയറിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ നാനോപ്ലാസ്റ്റി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷെ സ്മൂത്തൻ ചെയ്തതുപോലെ ആയിരിക്കില്ല ടെക്സ്ചർ. കുറച്ചും കൂടെ ഒടിഞ്ഞു കിടക്കും ഹെയർ, ഒപ്പം ഒട്ടിയും കിടക്കും. എങ്കിലും സ്മൂത്തനിങ് ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകൾ ഫേസ് ചെയ്യുന്ന അത്ര ഹെയർ ഫാളോ ഡാൻഡ്രഫോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, കുറവായിരിക്കും. ഇത് ചെയ്യുന്നതിനുള്ള റേറ്റും സ്മൂത്തനിങ് ചെയ്യുന്നത് പോലെ ഓരോരുത്തരുടെയും ഹെയർ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അവർ ഫിക്സ് ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ സ്മൂത്തനിങ് പോലെ തന്നെയാണ്. ആദ്യം നന്നായി ഹെയർ വാഷ് ചെയ്ത്, പിന്നീട് ഡ്രൈ ചെയ്ത്, ക്രീം അപ്ലൈ ചെയ്ത്, വീണ്ടും കുറേ നേരം ഫിക്സ് ചെയ്ത് വെച്ച്, ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ്, ഒരു സർട്ടൻ ടൈമിന് ശേഷം അത് മാറ്റി വാഷ് ചെയ്ത്, വീണ്ടും ഹീറ്റ് ചെയ്ത്, അങ്ങനെ പലവിധ പ്രോസസ്സിൽ കൂടെ കടന്നു പോയാണ് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുക. ആക്ച്വലി ഹെയറിനെ ഡെഡ് സെൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതൊക്കെയും എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ ഓരോരുത്തരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകാവുള്ളൂ കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ട് എൻ്റെ ഹെയറിന് കുഴപ്പമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എൻ്റെ ഹെയർ എങ്ങനെയാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാനെടുത്ത വീഡിയോ ആണ്. അതിനുശേഷം ഹെയർ വാഷ് ചെയ്തു, വീണ്ടും മുടി ഹീറ്റ് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ ഫൈനൽ ടച്ചിന് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നമ്മൾ ഹെയർ സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനായി യൂസ് ചെയ്യേണ്ട ഹെയർ ഷാംപൂ, കണ്ടീഷണർ, സെറം,
ഇങ്ങനെയൊക്കെയുള്ളത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ വീട്ടിൽ പോകാൻ. അവർ പറയുന്ന സെയിം പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ ഹെയർ സ്പാ ചെയ്ത് കൊടുക്കണം. നമുക്ക് തനിയെ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും വേണ്ടില്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത് നമ്മുടെ മുടി കൃത്യമായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കത്തില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തന്നെ വേണം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്മൂത്തൻ ചെയ്യുകയോ നാനോപ്ലാസ്റ്റി ചെയ്യുകയോ ചെയ്യാനും അത് മുന്നോട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ അന്നൊരു ദിവസത്തെ പരിപാടി മാത്രമല്ല നമ്മുടെ ഹെയർ എന്നും നല്ല ഭംഗിയായിട്ട് ഇരിക്കുക നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നല്ല സ്മൂത്തായി ഗ്ലോയി ആയി. അപ്പോൾ പിന്നെ കണ്ണാടി കെട്ടിയാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ അകത്ത് കുറേ ഷോ ഉണ്ടാവും. ഓൾവേസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ഹെയർ നല്ല അടിപൊളിയായിട്ട് കിടക്കുമ്പോൾ ഞാൻ അപാര കോൺഫിഡൻസ് ആണ്. ലാസ്റ്റ് അവർ ഹെയർ സിറം കൂടി ഇട്ട് തന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതിൻ്റെ ഗ്ലോയിങ് കാണുമ്പോൾ തന്നെ. ആക്ച്വലി ഹെയർ ഇത്രയധികം നീളത്തിൽ ഞാൻ വളർത്താറില്ല. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് അങ്ങ് വളർത്തി സ്മൂത്ത് ചെയ്തിട്ട് വളർന്നു വന്നു. ലെങ്തി ആയിട്ടുള്ള മുടിയിലാണ് നമുക്ക് ഏറ്റവും അധികം ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാവുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് കേരള ഉൾപ്പെടെ എല്ലാം ചെയ്ത് പരീക്ഷിക്കാം. ഇതാണ് സാഹിൽ. ഇത്ര നേരം എൻ്റെ ഹെയർ നല്ല സ്മൂത്തനാക്കി അടിപൊളിയാക്കി കിട്ടാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത വ്യക്തി. ലാസ്റ്റ് 2-3 ടൈംസും സാഹിലായിരുന്നു എൻ്റെ ഹെയർ സ്മൂത്തൻ ചെയ്ത് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇത്തവണ ചെയ്തത് നാനോപ്ലാസ്റ്റി ആയിരുന്നു. ഫൈനലി പേയ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ അവിടെ നിന്ന് കറങ്ങി ഞാനൊരു വീഡിയോ എടുത്തു. ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ അടുത്ത കസ്റ്റമേഴ്സ് വന്ന് വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാണ് കേട്ടോ. ഞാൻ പിന്നെ മിക്കവാറും തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് സൺഡേയിലൊക്കെ പോവാറുണ്ട്. കാരണം മൺഡേ ടു സാറ്റർഡേ നമുക്ക് എവിടെ അവധി കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. തിരക്കുള്ള ജീവിതമല്ലേ, ജോലി കഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഇറങ്ങാൻ നേരം ലാസ്റ്റ് ഞാനെടുത്ത വീഡിയോ ക്ലിപ്പാണിത്. പക്ഷേ എനിക്കിതിൻ്റെ വോയിസ് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. പകലുള്ള ഈ പണി മുഴുവൻ തീർത്ത് 5 മണിക്കൂർ കഴിഞ്ഞ് രാത്രി ഇരുട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം ഏകദേശം 7:45 സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് തീരും എന്നും കരുതി ആരും അങ്ങോട്ട് പോവരുത്. ഹെയർ സ്മൂത്തൻ ചെയ്താലും നാനോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റേതായ രീതി സമയവും ക്ഷമയും വേണം. ടൈം സ്പെൻഡ് ചെയ്ത് എഫേർട്ട് എടുക്കുക തന്നെ വേണം. നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മുടെ പെടലിക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. ഉച്ചയ്ക്ക് കയറിയ ആളാണ് ഞാൻ. വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഇരുന്നു എന്ന് ഓർക്കണം. ഇനി 6 മാസം ഇതിനെ കെയർ ഓഫ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഒരു മാസം ഗ്യാപ്പോ മറ്റോ കൊടുത്തതിന് ശേഷം പിന്നീട് എനിക്ക് വീണ്ടും സ്മൂത്തൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതർവൈസ് നാച്ചുറൽ ഹെയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വളർത്താൻ, അതുമല്ല നാനോപ്ലാസ്റ്റിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാനിത് റിപ്പീറ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. കാരണം ഒരിക്കലെങ്കിലും ഹെയർ സ്മൂത്തൻ ചെയ്ത ഒരാൾക്ക് പിന്നീട് വീണ്ടും ചെയ്യാതിരിക്കാൻ മനസ്സ് തോന്നില്ല. പിന്നീട് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഇതാണെന്നാണ് നമുക്ക് തോന്നുകയുള്ളൂ.